രാജ്നഗറിൽ ഏറ്റവും വലിയ ബംഗ്ലാവ് സുശീലയുടേതായിരുന്നു. സുശീല സുന്ദരിയായ ഒരു യുവതിയായിരുന്നു. അവൾ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. ജനങ്ങൾ പണത്തിനു വേണ്ടിയാണ് കച്ചവടം നടത്തുന്നത്. എന്നാൽ സുശീല പണമാണ് കച്ചവടം ചെയ്തിരുന്നത്. അവളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. അവൾ ജനങ്ങൾക്ക് പലിശയ്ക്ക് പണം കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം രാം ലഖൻ എന്നൊരാൾ അവളുടെ വീട്ടിലേക്ക് പലിശയ്ക്ക് പണം വാങ്ങാൻ ചെന്നു. വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട അയാൾ നേരെ അകത്തേക്ക് കയറി. അമ്മേ, സുശീലാമ്മേ, നിങ്ങൾ എവിടെയാണ്? എനിക്ക് കുറച്ച് കടം വേണമായിരുന്നു. രാം ലഖൻ അകത്തേക്ക് കയറി. പക്ഷെ പെട്ടെന്ന് അയാളുടെ തല ഒരു തൂണിലിടിച്ചു. അയാൾ താഴെ വീണു. തറയിൽ ചൂടുള്ള ചോര ഒഴുകിക്കിടക്കുന്നത് അയാൾ കണ്ടു. ചോര കണ്ടപ്പോൾ രാം ലഖൻ അലറി നിലവിളിച്ചു, രക്തം, രക്തം, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്തം, രക്തം. രാം ലഖൻ ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് ഒരു യക്ഷി വന്നു. രാം ലഖൻ അവൾ ആശ്ചര്യത്തോടെ നോക്കി. അയാൾ ഞെട്ടി. സുശീലാമ്മ, നിങ്ങൾ 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 പ്രേതമായോ? പ്രേതമായോ? ശരിയായി പറഞ്ഞല്ലോ, ഞാൻ യക്ഷി തന്നെയാണ്. എന്റെ യഥാർത്ഥ രൂപം കണ്ടത് ശരിയായില്ല. എന്നോട് ക്ഷമിക്കൂ. ഞാൻ പുറത്താരോടും നിങ്ങളെപ്പറ്റി പറയുകയില്ല. എന്നോട് ക്ഷമിക്കൂ. ചെന്നോ, പക്ഷേ ഇന്നു മുതൽ നിനക്ക് ഒരു ജോലിയും ചെയ്യാൻ സാധിക്കില്ല. കേട്ടോ രാം ലഖൻ? യക്ഷി ചിരിച്ചുകൊണ്ടിരുന്നു. താഴെ ഒഴുകിയിരുന്ന രക്തം അപ്രത്യക്ഷമായി. രാം ലഖൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടി. എന്നാൽ കുറച്ചു ദൂരം ഓടിയപ്പോൾ എന്തിലോ ചെന്ന് മുട്ടി താഴെ വീണു. അയാൾ മുകളിലേക്ക് നോക്കിയപ്പോൾ വീണ്ടും ശ്വാസം നിലച്ചതുപോലെ തോന്നി. നീയോ? എനിക്കെന്റെ ജീവൻ തിരിച്ചു തരണമേ. ഇനി ഞാൻ ഒരിക്കലും നിന്റെ വീടിനകത്ത് ഒരു കാരണവശാലും പ്രവേശിക്കുകയില്ല. എന്നെ വെറുതെ വിട്. നിനക്കെന്താ പണം വേണ്ടേ? വേണ്ട, എന്നെ പോകാൻ അനുവദിക്കുക. എനിക്ക് കാശും വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ വേഗം ഇവിടെ നിന്ന് ഓടിക്കോ. പോകുന്ന വഴിക്ക് എവിടെയും നിന്നു പോകരുത്, ഇല്ലെങ്കിൽ എന്നിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതിനുശേഷം രാം ലഖൻ നിർത്താതെ ഓടി. വീട്ടിലെത്തിയതിനു ശേഷമാണ് അയാൾ ശ്വാസം വിട്ടത്. പക്ഷെ അയാൾ വീട്ടിലെത്തിയ ശേഷം അയാളുടെ കൈകാലുകളും നാവും തളർന്നു പോയിരുന്നു. അയാൾക്ക് സംസാരിക്കാനായില്ല, കൈകാലുകൾ ചലിപ്പിക്കാനുമായില്ല. ഇങ്ങനെ രാം ലഖൻ ഒരു ശവം പോലെ അവിടെ കിടന്നു. ഭാര്യ അയാളുടെ ഈ സ്ഥിതി കണ്ട് കരയാൻ ആരംഭിച്ചു. എന്റെ ഭഗവാനെ, ഇദ്ദേഹത്തിന് എന്ത് പറ്റി? ഒന്നും മിണ്ടുന്നില്ലല്ലോ, കൈ പോലും ചലിപ്പിക്കുന്നില്ല. ഇദ്ദേഹത്തിന് ഇത് എന്ത് പറ്റി? രാം ലഖന്റെ സ്ഥിതി കണ്ട് ഭാര്യ കരഞ്ഞു. അപ്പോൾ സുശീലയുടെ കാർ അവരുടെ വീട്ടിന് മുന്നിലെത്തി നിന്നു. അതിൽ നിന്നും സുശീല താഴെ ഇറങ്ങി അവരുടെ വീട്ടിനകത്തേക്ക് കടന്നു. സുശീലയെ കണ്ട ഉടൻ രാംലക്ഷ്മണന്റെ ദേഹം മുഴുവനും വിറച്ചു. അയ്യോ, ഇതെന്ത് പറ്റി ആന്റി? എന്തിനാ ഇങ്ങനെ കരയുന്നത്? കണ്ടില്ലേ, ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് കണ്ടോ? ഇദ്ദേഹം മിണ്ടുന്നുമില്ല, കൈകാലുകൾ ചലിപ്പിക്കുന്നുമില്ല. എനിക്ക് തോന്നുന്നു അങ്കിളിന് പക്ഷപാതം പിടിച്ചിരിക്കുകയാണെന്ന്. അതെങ്ങനെയാണ്? അത് ഭഗവാനെ അറിയൂ. ചിലപ്പോൾ അങ്കിൾ ഏതെങ്കിലും യക്ഷിയെയോ ഭൂതത്തെയോ പ്രേതത്തെയോ കണ്ടു കാണും. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ആന്റി, ഇത് വെച്ചോ, കുറച്ച് പണമാണ്. ഇതുകൊണ്ട് ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കൂ. അതിനുശേഷം ആ ഗ്രാമത്തിൽ രാം ലഖനെ പോലെ പലരും നിർജീവാവസ്ഥയിലായി. സുശീലയുടെ യഥാർത്ഥ രൂപം കണ്ടവർക്കെല്ലാം ഇതുതന്നെ സംഭവിച്ചു. അതിനുശേഷം അവൾ അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് ശുശ്രൂഷയ്ക്കുള്ള പണം കൊടുക്കും. ആരും അവളെ സംശയിക്കാതിരിക്കാനാണത്. അതോടുകൂടി തന്നെ സുശീലയ്ക്ക് പണത്തോടുള്ള അത്യാഗ്രഹവും കൂടി. അവളുടെ വീട്ടിൽ നോട്ടുകെട്ടുകൾ കൂമ്പാരമായി കിടന്നെങ്കിലും വീണ്ടും പണം വേണമെന്ന് അവൾക്ക് തോന്നി. പണം, വീട്ടിൽ മുഴുവനും പണം. ഞാൻ പണക്കാരിയായ യക്ഷിയാണ്. പണക്കാരിയായ യക്ഷി. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നു. സുശീല എന്ന യക്ഷി വീട്ടിൽ പണം കൂമ്പാരമാക്കി കൂട്ടി. അതിനുശേഷം അവൾ കാരണം ആ ഗ്രാമത്തിൽ പലരും നിർജീവ ശവങ്ങളായി മാറി. ഇത് ദൈവത്തിന്റെ ശാപമാണെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം രോഗമാണെന്ന് ജനങ്ങൾ എല്ലാവരും പറഞ്ഞു. എന്നിട്ട് ഒരു പോംവഴി കണ്ടുപിടിക്കാൻ പ്രസിഡന്റിന്റെ അടുത്ത് ചെന്നു. സഹോദരന്മാരെ, ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വ്യാധി ഗ്രാമത്തെ മുഴുവൻ കാർന്നു തിന്നും. ശരിയാകുന്നേ, ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം കണ്ടുപിടിച്ചേ മതിയാകൂ. ഈ ഗ്രാമത്തിലേക്ക് ഡോക്ടറിനെ ആരെങ്കിലും കൊണ്ടുവന്ന് ഇവരെ കാണിക്കണം. എന്റെ മരുമകൻ അവിനാശ് ഒരു വലിയ ഡോക്ടറാണ്. ഞാൻ ഇന്ന് തന്നെ അവനോട് ഫോൺ വിളിച്ചു പറയാം. നാളെ രാവിലെ തന്നെ അവൻ ഇവിടെ എത്തിക്കോളും. പിന്നീട് ജനങ്ങളുടെ പരാതി കേട്ട് പ്രസിഡന്റ് തന്റെ മരുമകൻ അവിനാശിനെ ഗ്രാമത്തിലേക്ക് വിളിച്ചു. അവിനാശ് ആ ഗ്രാമത്തിൽ എത്തിയ വിവരമറിഞ്ഞ സുശീല ശാന്തയായി. അവനെയും തന്റെ ഇരയാക്കാൻ അവൾ തീരുമാനിച്ചു. രാത്രിയായപ്പോൾ അവിനാശിന്റെ മുറിയിൽ അവിചാരിതമായ സംഭവങ്ങൾ നടന്നു. ജനാല താനെ തുറന്നു. വിളക്ക് കെട്ടുപോയി. അതിന്റെ കൂടെ യക്ഷി സംസാരിക്കാൻ ആരംഭിച്ചു.
അവിനാഷ് സാറേ, അവിനാഷ് സാറേ, ഒന്ന് ചുറ്റിലും കണ്ണോടിക്കൂ. ഈ ശബ്ദം കേട്ടപ്പോൾ അവിനാഷ് ഞെട്ടി ഉണർന്നു. അയാൾ ചുറ്റിലും പകച്ചു നോക്കി. ജനാല തുറന്നു കിടന്നു. അതിലൂടെ അനേകം മിന്നാമിനുങ്ങുകൾ അകത്തേക്ക് വന്നു. ഇത് കണ്ടപ്പോൾ അവിനാഷ് പേടിച്ചു. എന്നിട്ട് നിലവിളിച്ചുകൊണ്ട് തന്റെ അമ്മാവനെ വിളിച്ചു. മാമ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് വേഗം വരൂ. അവിനാഷ് തന്റെ അമ്മാവനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മുറിയിലെ ലൈറ്റുകൾ കത്തി. യക്ഷി അകത്തേക്ക് വന്നു. നിങ്ങൾ എന്തിനാ വന്നത് ഡോക്ടർ? നിങ്ങളും ഇപ്പോൾ മരിക്കും. എന്നോട് ക്ഷമിക്കൂ, ഞാൻ നാളെ തന്നെ ഗ്രാമം വിട്ട് പൊയ്ക്കോളാം. നിങ്ങൾക്ക് പോകാനാവില്ല. നിങ്ങൾ ഈ ഗ്രാമത്തിൽ തന്നെ ജീവിക്കും. അതിനുശേഷം യക്ഷി അവിനാശിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. അവനെയും നിർജീവമാക്കി അവൾ തിരിച്ചുപോയി. അവിനാശിനെ ഈ സ്ഥിതിയിൽ കണ്ടപ്പോൾ പ്രസിഡന്റും ഗ്രാമവാസികളും അത്ഭുതപ്പെട്ടു. അയാളുടെ സ്ഥിതിയെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുശീല അവിടേക്ക് കടന്നുവന്നു. അല്ല പ്രസിഡന്റ്, നിങ്ങളുടെ മരുമകൻ എന്തു പറ്റി? ഇയാൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വന്നതല്ലേ, ഇപ്പോൾ കിടന്ന കിടപ്പിലായി. എന്താണെന്ന് അറിയില്ല സുശീലാമ്മ. ഈ ഗ്രാമത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കരുത്. ശരി, ഞാൻ പോട്ടെ. ഇദ്ദേഹത്തെ നന്നായി നോക്കണം. സുശീല ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ പ്രസിഡന്റിന് അവളെ സംശയം തോന്നി. അന്ന് രാത്രി പ്രസിഡന്റ് കുറച്ച് ഗ്രാമവാസികളെയും കൂട്ടി അവളുടെ ബംഗ്ലാവിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് സുശീല ഒരു യക്ഷിയാണെന്ന് മനസ്സിലായത്. അവളുടെ ബംഗ്ലാവിൽ നോട്ടുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു. പ്രസിഡന്റ് അകത്തേക്ക് കടന്നപ്പോൾ സുശീല ഒരു യക്ഷിയുടെ രൂപത്തിൽ നോട്ടുകളുമായി കളിക്കുകയായിരുന്നു. എന്നാൽ പ്രസിഡന്റിനെ കണ്ടപ്പോൾ അവൾ കോപിച്ചു. എന്നിട്ട് അയാളെയും ആക്രമിക്കാൻ തയ്യാറായി. ഇപ്പോഴാ നിന്റെ ശരിക്കുമുള്ള രൂപം പുറത്തു വന്നത്, പണക്കാരി പ്രേതമേ. ഇനി നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ നിന്നെയും എന്റെ ഇരയാക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുശീല പ്രസിഡന്റിന്റെ നേരെ ആക്രമണങ്ങൾ ആരംഭിച്ചു. പക്ഷേ അതൊന്നും പ്രസിഡന്റിന് ഏറ്റില്ല. അപ്പോൾ അവൾ പേടിച്ച് പുറകോട്ട് മാറി. നിന്റെ നല്ല ഗുണങ്ങൾ കാരണം എനിക്ക് നിന്നെ സ്പർശിക്കാൻ സാധിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഭസ്മമാക്കുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യക്ഷി പുറകോട്ട് മാറി. അപ്പോഴും പ്രസിഡന്റ് അതിന്റെ അടുത്തേക്ക് പോയി. യക്ഷിയുടെ അടുത്തേക്ക് എത്താൻ തുടങ്ങിയപ്പോൾ ആകാശത്ത് നിന്ന് നക്ഷത്രം പോലെ ഒന്ന് നേരെ യക്ഷിയുടെ മേൽ വീണു. യക്ഷി കത്തിയെരിഞ്ഞു. എന്നിട്ട് അവൾ ചാമ്പലായി. യക്ഷി കത്തിയെരിഞ്ഞ് ഭസ്മമായതിനു ശേഷം അവൾക്കിരയായ എല്ലാവരും ആരോഗ്യത്തോടെ എഴുന്നേറ്റു. യക്ഷിയുടെ പക്ഷിക്കൂട്. ഒരു നഗരത്തില് മഹേഷും മുകുന്ദയും എന്ന ദമ്പതികൾ താമസിക്കുന്നുണ്ട്. മഹേഷിന് നല്ലൊരു കമ്പനിയിലായിരുന്നു ജോലി. അയാൾക്ക് പ്രാവിനെ വളർത്താൻ താല്പര്യമുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം അയാള് പ്രാവിനെ പിടിച്ചോണ്ട് വരുമായിരുന്നു. ഈ സ്വഭാവം ഭാര്യ മുകുന്ദയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എല്ലാ ദിവസത്തെ പോലെ മഹേഷ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ഇന്ന് പെട്ടെന്ന് വന്നു. ബാഗ് വെച്ചിട്ട് മുകളിൽ പ്രാവിനെ കാണാൻ അയാള് പോയി. ഒപ്പം മുകുന്ദ